4 വർഷ ബിരുദ കോഴ്സിന്റെ പരീക്ഷാ ഫീസിന്റെ വർധനവിനെതിരെ KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗോകുൽ നാഥാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ ഫീസ് വർധനവിനെതിരെ ഉയരുന്നുണ്ട്. KSUവിന് മാത്രമാണോ പ്രതിഷേധം? SFIയുടെ പ്രതിഷേധമില്ലേ? ഒരു തരത്തിലുള്ള ഫീസ് മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നില്ലേ സർക്കാരിന്റെ നിലപാട്? എല്ലാ വിദ്യാർത്ഥി സംഘടനകളും നാളെ മുതൽ ഈ പ്രക്ഷോഭവുമായി മുൻപോട്ട് പോവുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ ത്രിവത്സര ഡിഗ്രി കോഴ്സുകളിൽ നിന്ന് 4 വർഷ ഡിഗ്രി കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഫീസിലുണ്ടായ വലിയ വർധനവാണ്. അത് സയൻസ് വിഷയങ്ങൾക്ക് 12,000 രൂപ, അതായത് ഒരു സെമസ്റ്ററിന് 12,000 രൂപയിൽ തുടങ്ങി പ്രതിവർഷം 25,000 രൂപ വരെ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പോകും എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ തന്നെ വലിയ രീതിയിൽ വിദ്യാർത്ഥികളെ പിഴിയുന്നു എന്നാണ് KSU അടക്കമുള്ള സംഘടനകൾ ആരോപിക്കുന്നത്. അത് തുടർന്നാണ് ഈ KSU അടക്കമുള്ള സംഘടനകൾ ചേർന്നുകൊണ്ട് ഇന്ന് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് VC കാണണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കുന്നത്. ഈ സമയത്ത് വലിയ പോലീസ് നിരീക്ഷണത്തിലും പോലീസ് വലയത്തിലുമായിരുന്നു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. എന്തായാലും ആ സമയത്ത് KSUവിൻ്റെ സംഘർഷം അതിരുകടക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു കയറിയ KSU സംഘം ഇത്തരത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. ഈ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ബാക്കിയുള്ളവരെയും പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിലും സംഘർഷവുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഏകകണ്ഠമായ തീരുമാനം. അങ്ങനെയാണ്. എന്തായാലും SFI അടക്കമുള്ള സംഘടനകളും ഇതിൽ ഭാഗവാക്കാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഫീസിന് വലിയ വർധനമാണ്. മറ്റ് സയൻസ് ഇതര വിഷയങ്ങൾക്ക് 7,500 രൂപയിൽ തുടങ്ങി മറ്റ് സയൻസ് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ 12,500 രൂപ എന്നുള്ള ഒരു ഫീസ് ഘടനയിലേക്ക് വരുന്നു. ഇതിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് കാലാനുഗതമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. മുൻപെങ്കും ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ല. ഈ ഒരു സമയത്താണ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ഔദ്യോഗിക പ്രതികരണം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആര്യ, ശരി.